നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനും അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പനിയായിരുന്നു, ഇപ്പോൾ ഒന്ന് സെറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ DIY സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിഭാഗം പേർക്ക് എന്തോ ഒരു വലിയൊരു പാതകം മാതിരി കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ. നിങ്ങൾക്ക് മതിയായില്ലേ, നിർത്തിയില്ലേ, ഇതാവില്ലേ ഇതാവില്ലെന്ന് വെച്ചിട്ട്. പക്ഷേ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളല്ല ഞാൻ ചെയ്യുക. എൻ്റെ ചാനലിൽ എനിക്കിഷ്ടമുള്ള കാര്യമല്ല എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ കുറേ ഗോഷ്ടി വന്ന് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്കറിയണതാണ് എനിക്ക് കാണിക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് കാണാൻ പോണത്, നമ്മളിന്ന് ഒരു DIY സ്കിൻ കെയർ ചലഞ്ച് നമ്മൾ ചെയ്യാൻ പോകാട്ടോ. അപ്പോൾ ഒരു 7 days ആണ് വിചാരിച്ചേക്കണേ. അപ്പോൾ ആദ്യ ദിവസം ക്ലെൻസർ, പിന്നെ ദിവസം എന്താ പറയുക ഫേസ് പാക്ക്, പിന്നെ ടോണർ, അങ്ങനെ ഒരു 7 ദിവസം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രം ചെയ്യാം. DIY ആണ്, നമ്മുടെ കിച്ചണിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഒരു 7 days ആണ്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ബെനിഫിറ്റ് വേണമല്ലോ, എന്നാലും നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്കിൻ ഒരു 7 days കൊണ്ട് ഭയങ്കരമായി മറയുന്നൊന്നും ഞാൻ എവിടെയും പ്രൂവൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് ഒന്ന് ടോണ്ടായ മാതിരിയും നമ്മുടെ ടാനൊക്കെ ഉണ്ടെങ്കിൽ മാറാനും ഒരു 1 week നമ്മളിങ്ങനെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും മാറ്റങ്ങൾ വരും, ഉറപ്പാണ്. പ്രത്യേകിച്ച് നമ്മൾ നല്ല നല്ല ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ മാർക്കുകൾ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ അത് ഫെയ്ഡായി തുടങ്ങും. പിന്നത്തെ കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റമാണെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നാച്ചുറലി ഒരു സ്കിന്നൊന്ന് സ്മൂത്തായി ഗ്ലോ വരും. ഇതൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചെയ്യണം. അതായത് DIY സ്കിൻ കെയർ ചലഞ്ചാണ് ഒരു 7 days. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് കാണാൻ പോണത് ക്ലെൻസറാണ്. ജസ്റ്റ് 1 ingredient ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. വളരെ 0 cost ചിലവിലാണ് നമ്മളിത് ചെയ്യാമെന്ന് വിചാരിക്കണം. അതായത് ഇതിനു വേണ്ടി പുറത്തു പോയി മേടിക്കേണ്ട ഒരു അവസ്ഥ വേണ്ട എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരു 7 days ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും, ഞാൻ 7 days ഞാനും ചെയ്തിട്ട് ഞാനതിൻ്റെ 7ാമത്തെ ദിവസം എന്തായാലും ഞാനതിൻ്റെ അല്ലെങ്കിൽ 8ാമത്തെ ദിവസം ഞാൻ എന്തായാലും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഇടും. അപ്പോൾ നിങ്ങൾക്കും അത് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇപ്പോൾ പൊട്ടയാണെങ്കിലും നല്ലതാണെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിനു വേണ്ടി അരയ്ക്കാനും പൊടിക്കാനും ഒന്നിനും പോണ്ട കേട്ടോ. നമുക്ക് ആകെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ അതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യാനായിട്ട് ഒരെണ്ണം കൂടിയും. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയില്ലേ, അതാട്ടോ. അതിപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, ഏത് ആൾക്കാരുടെ വീട്ടിലും ഉണ്ടാവും. ഇപ്പോൾ 1 teaspoon ഗോതമ്പ് പൊടിയിലേക്ക് ആദ്യം ഞാൻ 1 teaspoon തേൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഫേസ് ക്ലെൻസർ, അതായത് ഫേസ് വാഷ് മാതിരി നമ്മൾ യൂസ് ചെയ്യണത്. ഇത് നമുക്ക് രാവിലെയും വൈകുന്നേരം ഹാഫ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഒരു പ്രാവശ്യം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എടുത്ത് വെച്ചിട്ട് വൈകുന്നേരം യൂസ് ചെയ്യാം. അപ്പം നമ്മൾ 1 teaspoon എടുത്തു കഴിഞ്ഞാൽ മിക്സിങ്ങിന്, കാരണം ഗോതമ്പൊടി കുറച്ച് തിക്കല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു അല്ലെങ്കിൽ ഒരു 1/4 teaspoon കൂടി എടുത്തിട്ടുണ്ട് തേൻ. പിന്നെ തേൻ അലർജി ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ, ഞാനത് ശ്രദ്ധിക്കണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ കുഴപ്പമില്ലാത്തതാണ്, പക്ഷെ പറയാൻ പറ്റില്ല, ചിലർക്ക് അലർജി ഉണ്ടാവും. അപ്പം എത്രയേ ഉള്ളൂ, മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ട്. ഇങ്ങനെ നല്ല, ഇപ്പം ഞാൻ കൊണ്ടുവച്ചിട്ട് ഇത്തിരി നേരമായി. എനിക്ക് വേറെ 1-2 വീഡിയോ എടുക്കാണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഈ വീഡിയോ ഫേസിൽ ഇടണോണ്ട് തന്നെ അവസാനം എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വിട്ടു വെച്ചേക്കായിരുന്നു. അപ്പോൾ അതെങ്ങനെയായി, പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഫേസ് ആദ്യം ഒന്ന് നമുക്ക് വാഷ് ചെയ്യാം. അതായത് ഒരു നനവിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് കൊണ്ട് വെക്കട്ടെ. ഇത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും നമുക്കൊരു നല്ലൊരു ഫൈനായിട്ടുള്ള പേസ്റ്റ് മാതിരി ഇരിക്കണേ. നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കണ്ടോ, ഒരു തരി പോലും ഇതിൽ സ്ക്രബില്ല കേട്ടോ. കണ്ടില്ലേ, ആ വെള്ളത്തോട് ചേരുമ്പോഴാണ് അതൊന്ന് മെൽട്ടായി ഇപ്പം ഇരുന്നൊന്നും ഉറച്ചില്ലേ. പിന്നെ തേൻ അങ്ങനെ തന്നെയാണ്, എസ്പെഷ്യലി നമുക്കിതൊരു ഗോതമ്പ് പൊടിയുടെ കൂടെ ആയതുകൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ ഒരു തിക്ക് മാതിരി ആവും. പക്ഷെ അത് നമ്മൾ ഫേസിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തോട് ചേരുമ്പോൾ അത് ശരിയാവും കേട്ടോ. അതെ, ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് കാര്യമൊക്കെ ഉണ്ടാവില്ലേ, ബ്ലാക്ക് ഹെഡ്സ് പോലെ, അത് പിന്നെ ഇവിടേക്ക് ഇങ്ങനെ തിരിതിരി വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നല്ല രീതിക്ക് തന്നെ കുറയും. പിന്നെ ഒരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ പതുക്കെ മസാജ് ചെയ്യണ മാതിരി കഴുകുമ്പോൾ എങ്ങനെ ചെയ്യുക അതുപോലെ ചെയ്താൽ മതി. നെക്കിലും കൂടെ വേണം കേട്ടോ. ഞാനിപ്പോൾ ഇടുന്നില്ല, എൻ്റെ മൈക്കൊക്കെ ഉണ്ട്, അതൊക്കെ അത് നനയും. അത് കാരണം അപ്പോൾ ദേ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് നമ്മൾക്ക് കണ്ണും ഒക്കെ നമുക്ക് കഴുകാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തിട്ടേ ഉള്ളൂ, അരച്ചിട്ടൊന്നും ഇല്ല കേട്ടോ കണ്ണിൻ്റെ ഇടയിലൊന്നും. അതെ,
നമുക്ക് കഴുകാം കേട്ടോ. അപ്പം നമുക്കൊരു നല്ല സ്മൂത്തനിങ്ങും നല്ലൊരു തിളക്കമൊക്കെ വരും. അപ്പം ഇതിൻ്റെ ബാക്കി നമുക്ക് വൈകുന്നേരം എടുക്കാം. അങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് മുഖം ഒന്ന് കഴുകാം. മസാജ് ചെയ്തിട്ട് കഴുകി കളയാം. വെള്ളം തൊടുമ്പോൾ ഇത് ഭയങ്കര ഫൈൻ ഔട്ടത്, അങ്ങനെ അലിഞ്ഞ മാതിരി ആവും. ഡ്രസ്സുമൊക്കെ ആയി തോന്നുന്നുണ്ട്. മയക്കുമായി കഴിഞ്ഞാലേ പണിയാണ്, അതാണ് ഞാൻ ഇങ്ങനെ നിൽക്കണത്. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഞാൻ ഒന്ന് കഴുകിയിട്ട് നല്ലോണം കഴുകിയിട്ട് വരാം. നല്ല ഗ്ലോ ഉണ്ടാവും, സ്കിന്ന് നല്ല തിളക്കുണ്ടാവും കേട്ടോ. നല്ല മധുരം ചുണ്ടിലായിട്ട്, തേനായതുകൊണ്ടേ. പക്ഷെ ഒരു കാര്യം കേട്ടാ, തേൻ എല്ലാവർക്കും അലർജി ഉണ്ടോ നോക്കിയോളൂ കേട്ടോ. എനിക്ക് അറിഞ്ഞൂടെ, എനിക്കതിന് പ്രശ്നമൊന്നുമില്ല, അത് ഞാൻ വിട്ടുപോയി പറയാൻ. അപ്പോൾ ഒന്ന് കഴുകി സെറ്റാക്കിയിട്ട് വരാം കേട്ടോ. ഇങ്ങനെ നമ്മൾ നന്നായി വെള്ളം ഒഴിച്ച് കഴുകണതിൻ്റെ അത്രയ്ക്ക് ആവില്ല, ഇതിങ്ങനെ തൊട്ട് തലോടി ചെയ്യുമ്പോൾ. ഇപ്പം ഇതേ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ഒപ്പിയിട്ട് എടുക്കട്ടെ കേട്ടോ വെള്ളം. നല്ല സ്മൂത്ത് ആവും സ്കിന്ന്. എനിക്ക് തന്നെ നല്ല ഫീൽ ആവുന്നുണ്ട് കേട്ടോ. സ്കിന്ന് നല്ല രീതിക്ക് തന്നെ സ്മൂത്ത് ആൻഡ് ടൈറ്റ് ആവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 7 days ഇത് യൂസ് ചെയ്യണം, എന്നാലാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് മാറ്റം കിട്ടുള്ളൂ കേട്ടോ. യൂസ് ചെയ്യുമ്പോഴത്തെ ഗുണം കിട്ടണമെങ്കിലേ ഫസ്റ്റ് യൂസിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. നമ്മൾ നല്ല രീതിക്ക് തന്നെ സ്കിന്ന് നല്ല ടൈറ്റ് ആൻഡ് സ്മൂത്ത്, ഇങ്ങനെ തൊടുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ടാവും. നല്ലോണം മോയ്സ്ചറൈസ് ചെയ്യണം, കാരണം ഗോതമ്പ് പൊടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ഡ്രൈ ആക്കും. ഡ്രൈ മീൻസ് ഇപ്പം ഡ്രൈ ഒന്നും ഇല്ല, കാരണം തേൻ ആഡ് ചെയ്തുകൊണ്ട് തേൻ നല്ലൊരു മോയ്സ്ചറൈസിങ് ഏജന്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഡ്രൈ ഇല്ലെങ്കിലും നമുക്ക് ഓൾറെഡി നമ്മുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് ഡ്രൈ ആയ മാതിരി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ടോണർ മോയ്സ്ചറൈസറൊക്കെ എന്തായാലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് 2 നേരം ചെയ്യാം കേട്ടോ. രാവിലെയും വൈകുന്നേരം നമുക്കൊരു ക്ലെൻസർ മാതിരി ഇത് യൂസ് ചെയ്യാം. സ്കിന്ന് നല്ലോണം സോഫ്റ്റ് ആവും, അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആവും. എസ്പെഷ്യലി ഈ വീറ്റ് ഫ്ലോർ, അതായത് ഗോതമ്പ് പൊടിയുടെ പ്രത്യേകതയാണ്. നല്ല രീതിക്ക് തന്നെ സോഫ്റ്റ് ആൻഡ് സ്കിന്നിനെ നല്ല സ്മൂത്ത് ആക്കും. സ്കിന്നിൻ്റെ ആ ഒരു ബേസ് നമ്മുടെ അവരുണ്ടല്ലോ, ആ ഒരു സർഫസ് നല്ല രീതിക്ക് തന്നെ സ്മൂത്ത് ആവാൻ വേണ്ടി സഹായിക്കും കേട്ടോ. നമുക്ക് ആ റഫ്നെസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ കുറയും. അതേപോലെ തന്നെ ഹണി ആണെങ്കിൽ നല്ല ഡീപ്പ് ക്ലെൻസറാണ്, നമുക്ക് നല്ല ക്ലെൻസിങ് ഏജന്റ് ആണ്. നമ്മുടെ പോർസിലൊക്കെ നല്ലോണം ചെന്ന് ക്ലെൻസ് ചെയ്ത് നല്ല ക്ലീൻ ആക്കും. അതുകൊണ്ട് തന്നെ രണ്ടും ചേരുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്ലോയും അതുപോലെ തന്നെ സ്മൂത്ത്നെസ് ഒക്കെ കിട്ടും, നല്ല ക്ലീൻ ആവും സ്കിന്ന്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് അല്ല, എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഗോതമ്പ് പൊടി. അതിൽ നിന്ന് ഒരു 1/2 സ്പൂൺ മതി, ഇപ്പോൾ 1 സ്പൂൺ വേണമെന്നില്ല. ഇപ്പോൾ 2 നേരം ചെയ്യുകയാണെങ്കിൽ 1 സ്പൂൺ എടുത്താൽ ഹാഫ് എടുത്ത് നമുക്ക് രാവിലെയും ഹാഫ് നമുക്ക് വൈകുന്നേരം ഈവനിങ് നമുക്ക് സ്കിൻ കെയറിൻ്റെ ഒപ്പം ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ബാക്കി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇതിൻ്റെ ബാക്കിയായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അത് കഴിഞ്ഞിട്ടൊരു ഗിവ് അവേ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ചോദിച്ചേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നല്ല എക്സ്പീരിയൻസ് ആവുമെന്ന് വിചാരിക്കണു. ഞാനും ചെയ്യുന്നുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും ചെയ്യും. അപ്പോൾ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.